നമസ്കാരം, ഞാൻ മജീദാണ്. അപ്പോൾ ഞാനിവിടെ കൊടൈക്കനാലാണ്. എൻ്റെ ഫാമിലിനെ കൂട്ടി പോന്നിക്കാണ്. അപ്പോൾ ഈ കൊടൈക്കനാലിൻ്റെ ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പാടി കിളിയേ സുബഹിക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്ർപാടി കിളിയേ നീ നില്ലേ നീലാമീലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. കിളിയേ സുബഹിക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്ർപാടി കിളിയേ നീ നില്ലേ നീലാമീലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. മുറസലികൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനബി ഉമ്മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ. അംബിയ മുറസലികൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനബി ഉമ്മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ. പാപ്പയങ്ങാക്കിയിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞു മോളെ, ഉമ്മച്ചി അരികത്തുണ്ടോ, ഉമ്മച്ചി അരികത്തുണ്ടോ. കിളിയേ സുബഹിക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്ർപാടി കിളിയേ നീ നില്ലേ നീലാമീലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗ അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. അപ്പോൾ മനുഷ്യന്മാരെ, എങ്ങനെയുണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം എൻ്റെ ഫോണ് അധികം സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കൊടൈക്കനാൽ വീഡിയോ എടുത്തിക്കണത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഫാമിലിനെ കൂട്ടിക്കാണ്ട് ഇതേമാതിരി വല്ല എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുക. കാരണം ഊട്ടിയോ മൈസൂരോ കൊടൈക്കനാലോ ഇനിയിപ്പോൾ കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ കാശ്മീർ ഭാഗത്തു കൂടി എന്താ അങ്ങോട്ട് സെൽപ്പേരുണ്ടല്ലോ. സോനു, അവിടുത്തെ സെൽപ്പേരെന്താ കാശ്മീർ എന്താ ഞാൻ മറന്നു. എന്നുവെച്ചാൽ കാശ്മീർ യുദ്ധം നടക്കണ അവിടെ അല്ല, എന്നുവെച്ചാൽ അങ്ങോട്ട് കച്ചറല്ല ആ ഭാഗമല്ല. അല്ലാത്ത കാശ്മീരിൽ വേറെ നല്ല കച്ചറല്ലാത്ത നല്ല ഏരിയ ഉണ്ട് ആ ഭാഗത്ത് കൂടി. മണാലി കൂടിയൊക്കെ പോവുക. മണാലിക്കൊക്കെ പോകാൻ നല്ല പൈസ വേണം. അതുകൊണ്ടാണ് പൈസ ഉണ്ടെങ്കിൽ അവിടേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ മൂന്നാർ ഇതിലൊക്കെ നമ്മുടെ കുടുംബത്തിനെ കൂട്ടി പോകുകയെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ മനസ്സിന് നല്ലൊരു സുഖാകാരം. അപ്പോഴുള്ളൂ നമ്മുടെ കുടുംബത്തിന് ഒരു ഹൈക്ക് ഉണ്ടാകുക. കാരണം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു സ്നേഹബന്ധം, അതിന് ഭർത്താവിന് ഭാര്യനോടൊരു സ്നേഹബന്ധം, കുട്ടികളോട്ട് നമ്മുടെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ നമ്മളെ പെങ്ങന്മാർ, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ കുടുംബത്തിനോടൊരു ഹൈക്ക് ഉണ്ടാവൂലേ. അപ്പോൾ ഇതേമാതിരി നിങ്ങളും എന്തെങ്കിലും ആണ്ടൃതി വല്ല സ്കൂളിൽ പോകുന്ന ടൈമിൽ, അല്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ ക്രിസ്തുമസിന്, അല്ലെങ്കിൽ ഓണത്തിന്, അങ്ങനെയൊക്കെ വല്ല ആണ്ടൃതിക്ക് ഇതേമാതിരിയൊക്കെ നിങ്ങളുടെ ഫാമിലിനെ കൂട്ടി പോകുകൊണ്ടു. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ലാസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ചിലവർക്ക് സർക്കാർ ഉദ്യോഗക്കാരും അപ്പോൾ നല്ല ശമ്പളം ഉണ്ടാവും, ചിലവർ ഗൾഫിലാക്കാരും. അപ്പോൾ ചിലവർക്ക് ഗൾഫിലാകുമ്പോൾ നല്ല ശമ്പളമല്ല അവിടെ ജോലിയാക്കാരം, ചിലവർക്ക് ശമ്പളം കമ്മിയുള്ള ജോലിയാക്കാരം, ചിലവർക്ക് നാട്ടിൽ കൂലിപ്പണിയാക്കാരം. അതിനിപ്പോൾ ഒരു 800 റുപ്യൊക്കെ ലെവലിൽ കൂലിയിലെ പണിയാക്കാരം. ചിലവർക്ക് പറഞ്ഞാൽ വല്ല കടലക്കച്ചവടം, അതിലൊക്കെ എന്തെങ്കിലും തുച്ഛമായ പൈസകൾ കിട്ടുക, ചിലപ്പോൾ ഒരു 100 റുപ്യക്കുള്ള വരുമാനം ഉണ്ടാകുക. നമ്മളെ ജീവിതത്തിൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും, ചെറിയ പൈസ കിട്ടിയാലും വലിയ പൈസ കിട്ടിയാലും, അതുകൊണ്ട് നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. കാരണം നമ്മളെ നാട്ടിലേക്ക്, നമ്മുടെ അയലോക്കത്തേക്ക് അവിടെ അതുണ്ട്, മറ്റോടത്ത് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ തീരെ കൊച്ചാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ദിവസം ഇനി 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ആ 10 ഉറുപ്പ്യ കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതേമാതിരിയൊക്കെ നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യാൻ ഇതേമാതിരി ചെറിയ പടച്ചോൻ സൃഷ്ടിച്ച സ്ഥലങ്ങൾ ഊട്ടി മൈസൂർ അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ബായ്.